ഹലോ ഗായ്സ്, വെൽക്കം ടു തനൂസ് ഡെയിലി വ്ളോഗ്സ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ട്രെയിനൊക്കെ കയറാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നു. നമ്മൾ വെളുപ്പിനേ തന്നെ ട്രെയിനൊക്കെ കയറി. നമ്മൾ എത്തിപ്പെട്ടത് കുറേ നാളായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സ്ഥലം, അതെ, നമ്മുടെ കൊല്ലം സാമ്പ്രാണിക്കൊടി. ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളവിടെ ഹാജരായിരുന്നു കേട്ടോ. ഒരു 9:30 ആവും ടിക്കറ്റ് കിട്ടാനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പവും കടലക്കറിയായിരുന്നു. വലുതായിട്ട് വിശപ്പൊന്നും വീഴാൻ സമയമായില്ല. എന്നാലും നമ്മൾ 9:30 കഴിഞ്ഞപ്പോഴത്തേക്കിനും 7 പേര് വേണം കേട്ടോ ഒരു ബോട്ടിൽ, എന്നാലേ ഒരു ബോട്ട് എടുക്കത്തുള്ളൂ. എന്തായാലും ദൈവാദിനത്തിനും 7 പേരെ കിട്ടി. നമ്മൾ നേരെ ബോട്ടിൽ കയറി സാമ്പ്രാണിക്കൊടി ആ തുരുത്തിലോട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ. ഇതാ കാണുന്ന ആ ഒരു നീല, അത് കണ്ടോ, അവിടേക്കാണ് നമ്മളെ കൊണ്ട് നിർത്തുന്നത്. അവിടുന്ന് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങണമല്ലോ. നമ്മൾ റിയൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് പോലെയായിരുന്നു. കണ്ടതൊന്നും സത്യമല്ലായിരുന്നു ഗൈസ്. മുട്ടിൻ്റെ അത്രയില്ലായിരുന്നു വെള്ളം. നമ്മുടെ അരയേറ്റം വെള്ളം ഉണ്ടായിരുന്നു. അതിന് കാരണം വൃശ്ചിക മാസത്തിൽ വേലിയേറ്റമാണെന്നാണ് അവരോട് പറയുന്നത്. വേലിയിറക്ക സമയത്താണ് അവിടെ വരാൻ നല്ല രസം. പിന്നെ നമ്മളവിടെ ഒത്തിരി നേരം വെള്ളത്തിൽ നിന്നില്ല. പകരം പെട്ടെന്നൊരു ബോട്ടുകാരൻ ചേട്ടൻ പറഞ്ഞു 100 രൂപ തന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എല്ലാം കൊണ്ട് ചുറ്റി കാണിക്കുമെന്ന്. അങ്ങനെ അതെല്ലാം കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മൾ പൈനാപ്പിളും ഉപ്പിലിട്ട് നെല്ലിക്കയും മാങ്ങയും അതും ഇതും എല്ലാം കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ്. അത്രയും നേരം ആ വെള്ളത്തിൽ നിന്ന് കച്ചവടം ചെയ്യുന്നവരൊന്ന് സമ്മതിക്കണം കേട്ടോ. നല്ല രീതിക്ക് ആസ്വദിക്കാൻ തക്കവണ്ണമുള്ള ഒരു കാഴ്ചയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിലിൻ്റെ കാഠിന്യം ഭയങ്കരമായിരുന്നു കേട്ടോ. എന്തായാലും തരക്കേടില്ലാത്തൊരു യാത്രയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.